ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വേദയും വിക്രമും അമ്പലത്തിലെല്ലാം തൊഴുത ശേഷം തിരിച്ച് മടങ്ങി ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കുറുകെ ഒരു കാർ വന്ന് നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, വാസവൻ്റെ ഗുണ്ടകളായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഗുണ്ട ചോദിക്കുകയാണ്, നീ അയ്യപ്പനായിട്ട് മല കയറിയാൽ നീ ചെയ്ത പാപങ്ങളൊക്കെ തീരുമെന്നാണോ നിൻ്റെ വിശ്വാസം ചോദിക്കുകയാണ്. അപ്പോൾ നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ എല്ലാവരും കൂടി ചേർന്ന് തല്ലുകയാണ്. അപ്പോൾ വേദ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദയ്ക്കും അത് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, വേദ നീ പോയി രക്ഷപ്പെടുക എന്ന് പറയുകയാണ്. പക്ഷേ വേദ ഒന്നും കേൾക്കാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഗുണ്ട വിക്രമിൻ്റെ നേരെ വാളോങ്ങി വരികയും അപ്പോൾ വേദ അതിന് കുറുകെ വന്ന് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ വാളിനെ ഒരാൾ വന്ന് പിടിക്കുകയാണ്. അത് മറ്റാരുമല്ല, വാസവനായിരുന്നു. എന്നിട്ട് പറയും വേണ്ടാന്ന് കാണിക്കുകയാണ് ആ ഗുണ്ടയെ. അപ്പോൾ എന്നിട്ട് വാസവൻ പറയുകയാണ്, അപ്പോൾ നീ അവനെ രക്ഷിച്ചു അല്ലേ, അപ്പോൾ അത് നിനക്ക് ഒരു ഭാര്യയുടെ ധർമ്മം അനുഷ്ഠിച്ചതാണോ അതോ അവനോടുള്ള പ്രേമം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവ എൻ്റെ ജീവിതത്തിൽ കയറി കളിച്ചവനാണ്, ഇതൊരു തുടക്കം മാത്രമാണെന്ന് വാസവൻ പറയുകയാണ്. അപ്പോൾ ഇനി നിനക്ക് മനസ്സമായിട്ട് മല ചവിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ചവിട്ടി പൊയ്ക്കോ, എൻ്റെ തൊട്ടു പിറകെ ഞാനും ഉണ്ടാകുമെന്ന് വാസവൻ പറഞ്ഞിട്ട് വാസവന് ഗുണ്ടകളും അവിടെ നിന്ന് പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വേദ വിക്രമിന് തോളിൽ കിടന്ന് കരയുകയാണ്. അപ്പോൾ വിക്രമൻ വളരെ വിഷമിച്ച് വേദയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഓട്ടം പിടിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വീട്ടിലോട്ട് വരുന്ന സമയത്ത് അപ്പോൾ കമല കാര്യങ്ങളൊക്കെ ശ്രീജിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ നന്ദിനി ഫോണെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമല ചോദിക്കുകയാണ്, വിക്രമിൻ്റെ റൂമെല്ലാം ഒതുങ്ങിയില്ലേയും ചോദിക്കണം. ആ ഒതുങ്ങി അമ്മേ, ഇനി കുറച്ച് കർട്ടൻ്റെ കാര്യങ്ങളും കൂടി നോക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സാരി ഇരിപ്പുണ്ട്, നമുക്ക് അത് കട്ട് ചെയ്തിട്ടല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ, എൻ്റെ പഴയ കുറച്ച് കർട്ടൻസ് ഉണ്ട്, അത് ഏതെങ്കിലും എടുത്തിടാമെന്ന് ശ്രീജ പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വേദയും വിക്രമും കൂടെ കയറി വരികയാണ്. അപ്പോൾ വിക്രമിന് നടക്കാൻ വയ്യാതെ പിടിച്ചാണ് വേദ കൊണ്ടുവരുന്നത്. അപ്പോൾ കമല അന്തം വിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് വിക്രമിനെ ഒരു കസേരയിലോട്ട് ഇരുത്തുകയാണ്. അതൊന്നുമില്ല അമ്മ, ബൈക്കിൽ നിന്ന് വീണതാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരൂ ശ്രീചേട്ടത്തിന് പറയണം. അങ്ങനെ വിക്രമിന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, ഇനി വീണതാണോ അതോ ഇനി അവൻ്റെ പരിപാടി എന്നെ തുടങ്ങിയതാണോ ഗുണ്ടായിസോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ഒന്ന് നന്ദിനെ ചെറിഞ്ഞ് നോക്കുകയാണ്. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം അവിടെ മാഷും വരികയാണ്. അപ്പോൾ കമല വേദയോട് ചോദിക്കണം, വേദ എന്താണ് സംഭവിച്ചതെന്ന് പറയാനായിട്ട് പറയുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ ബൈക്കും വീണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നത്, വേണ്ട, മാല ഇട്ടിട്ട് കള്ളം പറയണ്ടെന്ന് പറയുകയാണ്. അങ്ങനെയൊന്നും അല്ലമ്മ, ഇവർ എന്നാലും നാളെ ഇവർ ഇതൊക്കെ അറിയില്ലേ വേദ, അതുകൊണ്ടുള്ള സത്യം പറയാം, എന്നെ കുറേ പേര് ചേർന്ന് ആക്രമിച്ചതാണ്, റോഡിലിട്ട് എല്ലാവരും കണ്ടു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയം മാഷ് പറയുകയാണ്, അപ്പോൾ എന്നോട് ആൾക്കാരൊക്കെ പറഞ്ഞു മോൻ അടിപിടി കൂടിയിട്ടാണ് പോയതെന്ന്, മലയ്ക്ക് മാലയൊക്കെ ഇട്ടില്ലേന്ന് നാട്ടുകാർ എന്നോട് ചോദിച്ചെന്ന് പറയുകയാണ്. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവനെ കാഷായ വസ്ത്രം ധരിപ്പിച്ച് മലയ്ക്ക് വിടാനായിട്ട് പോലും ഇപ്പം എന്തായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയണത്, എന്തായാലും ശങ്കരൻ തെങ്ങി തന്നെ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഈശ്വര, ഇനി ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ അയ്യപ്പനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് നന്ദിനി സ്വാമി ശരണമൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ മാഷിന് വളരെയധികം ദേഷ്യം വരികയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, ഇവ ഒരു കാലം നന്നാവില്ല കമല, നമ്മൾ വെറുതെ പ്രതീക്ഷിച്ചാണ് നമുക്ക് പറ്റിയ തെറ്റെന്ന് മാഷ് പറയുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, അല്ല അച്ഛ, അങ്ങനെയല്ല, ഞാനും ഉണ്ടായിരുന്നു അപകടത്തെ, വിക്രമ അങ്ങോട്ട് പോയതല്ല, അവർ ഇങ്ങോട്ട് വരികയായിരുന്നു, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി അവർ ആക്രമിക്കുകയായിരുന്നു, വിക്രമൊന്നും എതിർത്ത ഒന്നുമില്ല, അവരടിച്ചിട്ട് പോവുകയാണ് ചെയ്തതെന്ന് വേദ പറയുകയാണ്. ഇനി ഇവനെ കൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ മല ചവിട്ടാന്നല്ല വേറെ എന്ത് നേർച്ച ഇട്ടാലും ഇവ ഒരു കാലവും നന്നാവാൻ പോകില്ല എന്ന് മാഷ് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിക്രം പറയുകയാണ്, അമ്മ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് കിടക്കണം, ഞാൻ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞ് വിക്രം നടന്ന് പോവുകയാണ്. അപ്പോൾ വേദ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് വിക്രം സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവിടെ അയ്യപ്പൻ്റെ ഫോട്ടോ എല്ലാം വെച്ച് പൂജാമുറിയിൽ അവിടെ വിളക്ക് കത്തിച്ചിരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് വേദ പറഞ്ഞ കാര്യമാണ്, അപ്പോൾ ഈ മണ്ഡലകാലം കഴിയുന്നതോടുകൂടി വിക്രം എല്ലാ കൂട്ടുകെട്ടിൽ നിന്ന് അവസാനിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് മാറണം എന്നുള്ളതൊക്കെ വിക്രം ചിന്തിക്കുകയാണ്. എനിക്കതിന് കഴിയുമോ സ്വാമി, എല്ലാ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണമെന്ന് അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വിക്രം അകത്തോട്ട് കയറി പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മാഷും കമലയെല്ലാം ഉമ്മറത്തിരുന്ന് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയം വേദ അങ്ങോട്ടായിട്ട് വരികയാണ്. അച്ഛൻ വിക്രമിനെയാണല്ലോ കുറ്റപ്പെടുത്തി, ഇതിൽ വിക്രമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രമിന് നന്നാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനൊരു അപകടം അവിചാരിതമായിട്ട് സംഭവിച്ചതാണെന്നൊക്കെ പറയുകയാണ്. എന്ത് അവിചാരിതമാണെന്ന് പറയുകയാണ് വേദ, ഇത്രയും പേര് നാട്ടിൽ നടന്നു പോകുന്നു, ബൈക്കിൽ സഞ്ചരിക്കും, അവർക്കൊന്നും ഇങ്ങനെ വന്നില്ല. അപ്പോൾ നമ്മുടെ ഭൂതകാലത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചില അപകടങ്ങൾ പ്രതീക്ഷിച്ച് വേണം പോകാനായിട്ട് എന്നുള്ള രീതിയിലൊക്കെ മാഷ് സംസാരിക്കുകയാണ്.
അപ്പോൾ വേദ ചോദിക്കണം, ഭൂതകാലത്തെ പറ്റി ചിതയുകയാണെങ്കിൽ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല, മറ്റൊരാളാണ് ഈ തെറ്റ് ചെയ്ത് എന്ന് അച്ഛന് മനസ്സിലായാൽ അച്ഛന് വിക്രമിനോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും അച്ഛൻ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുക. ഞാൻ അതിൻ്റെ അന്വേഷണത്തിലാണെന്ന്, അത് പെട്ടെന്ന് എന്നെ കണ്ടുപിടിച്ച് അച്ഛനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വേദ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ നന്ദിനി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, അപ്പോൾ നീ എന്ത് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദിനിയേട്ടത്തി ഒന്നും മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് വേദ അകത്തോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വേദയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ പത്മ മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അവിടെ ഇല്ല. മുത്തശ്ശി ബാംഗ്ലൂർ അമ്മാവൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് മറ്റുമായിട്ട് കൂട്ടിനായിട്ട് ആണ് മുത്തശ്ശി പോയിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പത്മ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ വരികയാണ്. അപ്പോൾ അമ്മയാണോ വിളിച്ചതെന്ന് ചോദിക്കണം. അതെ, അമ്മയ്ക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്നാണല്ലോ, എന്ത് പറ്റി, ഇവിടെ വിട്ട് പോകണില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ്. അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിക്രം മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടുണ്ട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമായെന്ന് പറയുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയണം, അമ്മയാണല്ലോ അവൾക്ക് എല്ലാ സപ്പോർട്ടും നിന്നിട്ടുള്ളത്, അതങ്ങനെ തന്നെ ആവട്ടെ എന്നും പറയുകയാണ്. അപ്പോൾ ദീപ്തിയും പറയുകയാണ്, അപ്പോൾ ചേച്ചിയുടെ ഇഷ്ടത്തിന് പോയതാണ് അച്ഛാ, അത് പക്ഷേ അന്നത്തെ ആ സാഹചര്യത്തിൽ പോയതായിരിക്കും. പക്ഷേ ചേച്ചിക്ക് പിന്നെ അവിടെ ചെന്ന് വിക്രമേട്ടനുമായിട്ട് അടുത്ത് അവിടെയുള്ള ആൾക്കാരെ ൊക്കെ അടുത്തപ്പോൾ പിന്നെ അവിടെ നിന്ന് പോരണ്ട എന്നുള്ളൊരവസ്ഥയിലാണ് ചേച്ചി ഇപ്പോൾ നിൽക്കുന്നതെന്ന് അതെനിക്ക് പല പ്രാവശ്യം ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ ദീപ്തി പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീകാന്ത് വരികയാണ്. അപ്പോൾ എന്താ ദീപ്തി, നീ ഇപ്പോൾ ചേച്ചിയെ വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണല്ലോ, അപ്പോൾ ഇന്നത്തെ വിശേഷമൊന്നും അറിഞ്ഞില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. എന്താ മോനെ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുകയാണ്. അത് നമ്മുടെ വിക്രം ആലയിട്ടിട്ട് ഇതോ അടിപിടിയും കേസുമൊക്കെ ആയിട്ട് റോഡിൽ കിടന്ന് ഭയങ്കര അടിയൊക്കെ ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞെന്ന് ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ ഇക്കണക്ക് പോകണമെങ്കിൽ അവൻ ആരെങ്കിലും കുത്തിക്കൊല്ലും, എന്നിട്ട് ആ വേദ ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യുമെന്നും ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ ശങ്കരനാരായണ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ശ്രീകാന്ത്, നീ അറിഞ്ഞിട്ടാണോ ഇന്നത്തെ സംഭവം ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് കിടന്ന് പരുങ്ങുകയാണ്. അയ്യോ, ഞാൻ ഒന്നിനുമില്ല, ഞാൻ അന്നത്തോടെ വെച്ച് കെട്ടിയല്ലോ, അവന് ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ, ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ എന്ന രീതിയിലൊക്കെ ശ്രീകാന്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുകയാണ്, എന്തെങ്കിലും കേസിൽ നീ അവരെ ആക്രമിക്കുകയോ നിൻ്റെ ഇടപാടുണ്ടെന്നോ അറിഞ്ഞാൽ പിന്നെയുള്ള സംസാരം ഇങ്ങനെ ആയിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ ദേഷ്യത്തിൽ കയറി മുകളിലോട്ട് പോവുകയാണ്. എന്നിട്ട് പത്മവും ശ്രീകാന്തിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ശ്രീകാന്ത്, നിനക്ക് ഇന്നത്തെ കേസിൽ ഒരു പങ്കും ഇല്ലല്ലോ എന്നുള്ള ഉറപ്പ് തന്നെയാണല്ലോ. അമ്മ, ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നീട് അന്ന് ഞാൻ വിക്രമിനെ അകറ്റാൻ നോക്കിയത് അച്ഛനും കൂടി പറഞ്ഞിട്ടില്ലേ, പിന്നെ ഞാൻ ഒരു കാര്യത്തിന് അവരുടേതായ രീതി ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഒഴിഞ്ഞു മാറുകയാണ്. എന്തോ എങ്കിലും പത്മത്തിനൊരു സംശയമുണ്ട്. അപ്പോൾ എങ്കിൽ അങ്ങനെ അയാൾ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പത്മവും അകത്തോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് ഇങ്ങനെ വളരെ പരിഭ്രമത്തോടുകൂടി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്